കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ മൊത്തത്തിൽ ആജിമാരെന്ന് മാത്രമല്ല അവന്റെ സർവ്വ സൃഷ്ടികൾക്കും ഭൂമിയിൽ വെച്ചിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പരലോകത്തിൽ ചോദിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിലെ വാദും പ്രസംഗങ്ങളും കേട്ടുകൊണ്ടേയിരിക്കുന്ന മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ ചോദിക്കപ്പെടുന്ന ചോദ്യം, പ്രത്യേകിച്ച് ഹദീസിലൂടെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞതായ ഭാഗം, ലൻ തസൂല ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ, 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടാതെ ഒരു മനുഷ്യന്റെ കാല് മുമ്പോട്ട് വെക്കാൻ പരലോകത്തിൽ റബ്ബ് അനുവദിക്കുകയില്ല എന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ത്യവിഷം മുകളുന്നവരുമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ 4 ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെറുപ്പത്തിലേ കേട്ട് പഠിച്ചതായിരിക്കും. അൻ ഉംറിഹി ഫീമ അഫ്ന وعن شبابه فيما أبلى وعن ماله من أين اكتسبه وفيما أنفق وعن علمه ماذا عمل به എന്നീ ചോദ്യങ്ങളാണ് പരലോകത്തിൽ ചോദിക്കപ്പെടുമെന്ന് ദൂതർ പറഞ്ഞത്, നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത്. അവന്റെ വയസ്സിനെക്കുറിച്ച്, അവന്റെ യുവത്വത്തെക്കുറിച്ച്, അവന് നൽകിയ സമ്പത്തിനെക്കുറിച്ച്, എവിടുന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു, അവന്റെ വിജ്ഞാനത്തെക്കുറിച്ച്, അതുകൊണ്ട് എന്ത് അമൽ ചെയ്തു. ഈ 4 ചോദ്യങ്ങൾ ചെറുപ്പത്തിലേ നാം പഠിച്ചു വെച്ചതാണ്. എന്നാൽ അതിൽ കൂടുതലായിട്ട് റബ്ബ് പറയുന്നതായ ഒരു ഭാഗമുണ്ട്. അതാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ ഭാഗം. അതെന്താണ്? പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആളിപ്പാളിക്കത്തുന്ന നരകത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കവേ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുന്നു, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം തുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ തുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിങ്ങളോട് ആളിപ്പാളിക്കത്തുന്ന നരകത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കവേ എല്ലാവരും അതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കൂല. എല്ലാ നബിമാരും റസൂലുള്ളാഹി അടക്കം എല്ലാവർക്കും നരകം കാണിച്ചു കൊടുത്ത ശേഷമാണ് സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. എല്ലാവരും നിങ്ങളിൽ നിന്നിട്ടുള്ള ഓരോരുത്തരും ഇല്ലാ വാരിദുഹാ നരകത്തിൽ കൂടി വിട്ടുകിടക്കേണ്ടതുണ്ട്. അത് ഞാൻ എന്റെ ദാത്തിൽ നിർബന്ധമാക്കിയ ഒരു ബാധ്യതയാണ് എന്ന് അല്ലാഹു പറയുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല. പക്ഷേ പലരും അവരവരുടെ അമൽ പോലെ, ഗ്രേഡ് പോലെ, സ്റ്റാൻഡേർഡ് പോലെ, മിന്നും പോലെ സ്വർഗത്തിലേക്ക് ഓടിയെത്തുന്നവരുണ്ട്. സ്പീഡുള്ളതായ കുതിരയെ പോലെയുണ്ട്, കാറ്റ് പോലെയുണ്ട്. അതൊക്കെ റസൂൽ പറഞ്ഞ ശൈലിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആളിപ്പാളിക്കത്തുന്ന നരകത്തെ കണ്ടുകൊണ്ടിരിക്കവേ ചോദിക്കപ്പെടുന്ന ചോദ്യമാണ് ഭൂമിയിൽ വെച്ചിട്ട് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച്. ഇനി നാം ഓരോരുത്തരോടും ചോദിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ ആളിപ്പാളിക്കത്തുന്ന നരകത്തെ കാണുന്ന വേളയിൽ നമ്മോട് ചോദിക്കുമെന്ന് ഖുർആൻ തന്നെ ചെറിയ സൂക്തത്തിൽ പറഞ്ഞ ആ ചോദ്യമുണ്ടല്ലോ, എന്ത്? ഭൂമിയിൽ വെച്ചിട്ട് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് എന്ന ചോദ്യം. ആ അനുഗ്രഹങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 4 ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ അവൻ ഫിറ്റാക്കുന്നതോടൊപ്പം അഞ്ചാമത്തേതാകുന്ന ഉംറ, ഹജ്ജ്, അത് നടപ്പാക്കാൻ സാധിക്കുക എന്നത് മഹാനേട്ടമാണ്, മഹാഭാഗ്യമാണ്. അതിനെക്കുറിച്ച് അല്ലാഹു ചോദിക്കാതെ വിടുമോ? ചെറിയതും വലിയതുമായ, ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് പരലോകത്തിൽ വെച്ചിട്ട് നമ്മോട് അല്ലാഹു ചോദിക്കുമെങ്കിൽ, നീ മക്ക കണ്ടില്ലേ? നീ വിശുദ്ധ ഭൂമി കണ്ടില്ലേ? നീ ഞാൻ ഖുർആൻ ഇറക്കിയ നാട് കണ്ടില്ലേ? നീ ദൂതരാകുന്ന നിന്നിലേക്ക് ഞാൻ നിയോഗിച്ചതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന് വേണ്ടി പട്ടിണി കിടന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തിനെ സ്ഥാപിക്കാൻ വേണ്ടി, നടപ്പാക്കാൻ വേണ്ടി, പ്രചരിപ്പിക്കാൻ വേണ്ടി നാട് കടത്തപ്പെട്ട, ഏറുകൊണ്ട, അടികൊണ്ട, ഇടികൊണ്ട, അരപ്പട്ടിണിയിലും ഒരു പെഴുപട്ടിണിയിലും കഴിഞ്ഞു കൂടേണ്ടതായ ചുറ്റുപാട് അവർക്ക് നേരിടേണ്ടി വന്ന ആ നാട്ടിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോയില്ലേ? എന്നിട്ട് നീ എന്ത് കാട്ടി? നീ അതിലൂടെ എന്ത് പഠിച്ചു? നീ അതിൽ നിന്നിട്ട് എന്ത് നേടി? എന്ത് സമ്പാദിച്ചു? ഈ ചോദ്യം പരലോകത്തിൽ ചോദിക്കപ്പെടും. ഓരോ ആചാരോടും ചോദിക്കപ്പെടും. കാരണം അള്ളാഹു നമ്മെ കൊണ്ടുവന്നിട്ടുള്ളത് എവിടേക്കല്ല? ലോകത്തിലുള്ള മറ്റേത് രാഷ്ട്രത്തിലേക്കല്ല. ആ രാഷ്ട്രങ്ങൾക്കൊന്നും ഒരു പ്രത്യേകതയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഭൂമി അത് മക്കയാണ്. അത് കഴിഞ്ഞാൽ മദീനയാണ്. അവിടേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, പരലോകത്തിൽ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളിൽ പ്രധാന ചോദ്യമായിരിക്കും ഈ യാത്രയെക്കുറിച്ച്.
ഈ യാത്രയെക്കുറിച്ച് ചോദിക്കപ്പെടുമ്പോൾ മറുപടി കണ്ടെത്തേണ്ടതും പ്രധാന ഒരുക്കമായിരിക്കണം നിങ്ങളിൽ നിന്നിട്ടുണ്ടായിരിക്കേണ്ടത്. അത് എങ്ങനെ എന്നതാണ് പിന്നെ നിങ്ങൾ ഈ അല്പസമയത്തിലൂടെ പഠിക്കേണ്ടതായ ഭാഗം. അത് എങ്ങനെ? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് എന്തെങ്കിലും ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല, ചില പ്രത്യേക പദപ്രയോഗം നടത്താൻ വേണ്ടി കൽപ്പിച്ചു. നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല, പ്രത്യേക രൂപം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. അതൊക്കെ നിങ്ങൾ പഠിച്ച് നിങ്ങൾ ചെയ്ത് കാട്ടി തീർത്തതാണ്. എന്നാൽ ഇവിടെ ചോദ്യം, എന്തേ അള്ളാഹുവിന് നിങ്ങൾ നാട്ടിൽ നിന്നിട്ട് ചെയ്ത് പരിചയമുള്ള, നാട്ടിൽ നിന്നിട്ട് കേട്ട് പരിചയമുള്ള, നാട്ടിൽ നിന്നിട്ട് പറഞ്ഞ് പരിചയമുള്ള ദിക്റുകൾ ചെല്ലാൻ കൽപ്പിച്ചില്ല? നിങ്ങൾ ഈ വിശുദ്ധ ഭൂമിയിലേക്ക് വരാൻ തീരുമാനിച്ച് പ്ലെയിനിൽ നിന്നിട്ട് അനൗൺസ് ചെയ്യപ്പെടുന്നു, ഇതാ നിങ്ങൾക്ക്, അഥവാ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാം കെട്ടേണ്ട സ്ഥലത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇഹ്റാം കെട്ടാൻ വേണ്ടി കൽപ്പിക്കുന്നു. ഇത് നമുക്ക് കേട്ട് പരിചയമില്ലല്ലോ. തക്ബീറത്തുൽ ഇഹ്റാം എന്നൊരു പദ്ധതി പണ്ട് കേട്ടിട്ടുണ്ട്, നിസ്കരിക്കാൻ അല്ലാഹു അക്ബർ എന്ന് പറയുക. എന്നാൽ ഇഹ്റാം കെട്ടൽ എന്ന് പറയുന്നത് ഇത് പുതുമയാണ്, പുതിയതാണ്. ഒരു പുതിയ ശൈലി, പുതിയ പ്രവർത്തനം, പുതിയ ഡ്രസ്സിംഗ്, പുതിയ വാക്കുകൾ, പുതിയ നിയ്യത്ത്, എല്ലാം പുതുമയുള്ളതാണ്. ആളും പുതിയതാണ്. വരുമ്പോൾ ആളുടെ പേരെന്താണ്? അയാൾ ആജിയാരാണ്, അല്ലെങ്കിൽ അയാൾ മുഹരിമാണ്. ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടിയതായ മുഹരിമാണ്, അഥവാ പവിത്രതയുള്ള മനുഷ്യനാണ്. ഡ്രസ്സോ പവിത്രതയുള്ള ഇഹ്റാമിന്റെ ഡ്രസ്സാണ്. ചെയ്യേണ്ട പദമോ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ലബ്ബൈക ഉംറതൻ, ഇതാ ഞാൻ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുന്നു. പിന്നെ അവിടെ നാട്ടിൽ നിന്നിട്ട് ചൊല്ലി പരിചയമുള്ളതായ ദിക്റുകളല്ല പഠിപ്പിക്കപ്പെടുന്നത്. പുതിയ പദപ്രയോഗമാണ്. പുതിയതെന്ന് പറഞ്ഞാൽ കലിക്കറ്റിലെ പള്ളി ഇത് ചെല്ലാറില്ല. അതുപോലെ തന്നെ കോഴിക്കോടിൽ, മലപ്പുറത്തോ തിരുവനന്തപുരത്തോ ലോകത്ത് ഏത് സ്ഥലങ്ങളിലും അത് ചെല്ലാറില്ല. അത് ഇവിടെ വരുന്നവർ മാത്രം ചെല്ലുന്ന പദമാണ്. അപ്പോൾ അള്ളാഹു എന്തിനാണ് അത് സെലക്ട് ചെയ്തു? വേറെ പദങ്ങൾ സെലക്ട് ചെയ്തൂടെ? ചിന്തിക്കേണ്ടതുണ്ടല്ലോ. ബുദ്ധിജീവിയാണല്ലോ. പ്രത്യേകിച്ച് ആജിമാരോട് ഉംറക്കാരോട് അള്ളാഹ് പറഞ്ഞ പദം തന്നെ യാ ഉലിൽ അൽബാബ്, ബുദ്ധിജീവികളെ എന്നാണ്. നിങ്ങൾ അള്ളാഹ് ഖുർആനിൽ വിളിച്ച പേരെന്താണെന്നറിയാമോ? യാ ഉലിൽ അൽബാബ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇറങ്ങിയ ആയത്തിൽ ബുദ്ധിജീവികളായ ഉംറക്കാരെ, ഹജ്ജുകാരെ. എന്തിനാ ബുദ്ധിജീവികൾ എന്ന് വിളിക്കുന്നു? ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി തന്നെ. എന്താണ് ഞാൻ ഈ കണ്ടത്? ഞാൻ എന്തിനാണ് ഈ കറങ്ങിയത്? എന്തിനാണ് ഈ കറങ്ങുന്ന വേളയിൽ ഇത് എന്നെ കൊണ്ട് ചെല്ലിപ്പിച്ചത്? ഇതൊക്കെ നിങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. വെറുതെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇവിടെ ക്ഷണിക്കാൻ വേണ്ടി ഇബ്രാഹിമിനോട് കൽപ്പിച്ചപ്പോൾ 4000-ഓളം വർഷങ്ങൾക്ക് മുമ്പ്, ഇബ്രാഹിമേ, നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ലോകത്തിന് നാനാ തുറകളിൽ നിന്നിട്ട്, മുക്കിൽ നിന്നിട്ട്, മൂലയിൽ നിന്നിട്ട് ഈ പുണ്യഭൂമിയിലേക്ക് അവരെത്തിച്ചേരും. എന്തിനാണ് ഇവർ വരേണ്ടത്? അവിടെ പറയാണ് സുബ്ഹാനല്ലാഹ്, 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ വരേണ്ട വരവേൽപ്പിന്റെ പിന്നിൽ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ലക്ഷ്യം എന്താണെന്ന് റബ്ബുൽ ഇസ്സത്ത് കൂട്ടിച്ചേർക്കുകയാണ് ഈ ലോകാത്ഭുത ഗ്രന്ഥമാകുന്ന ഖുർആനിലുള്ളതായ സൂറത്തുൽ ഹജ്ജിലൂടെ. എന്തിനാണ് ഇബ്രാഹിമേ അവർ വരേണ്ടത്? ലിയശ്ഹദൂ മനാഫിഅ ലഹും. ആ ഭക്തജനങ്ങൾ ഈ പുണ്യഭൂമിയിലേക്ക് വരുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടുപഠിക്കേണ്ട കാര്യങ്ങൾ കണ്ടുപഠിച്ച് അവരുടെ ഈമാനിന് മുതൽക്കൂട്ടുണ്ടാക്കി വളർച്ചയുള്ള ഈമാനിന്റെ ഉടമകൾ, വളർച്ചയുള്ള ഈമാനിന്റെ ഉടമകളായി ആളുമാറി പുതിയ മനുഷ്യനായി പുണ്യഭൂമിയിൽ നിന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ പുതിയ മനുഷ്യനായി പോകണം, സമ്പാദിച്ചു പോകണം, മുമ്പ് നേടാത്തത് നേടിപ്പോകണം, മുൻപ് കാണാത്തത് കണ്ടുപോകുമ്പോൾ മുമ്പ് പഠിക്കാത്തത് പഠിച്ചു പോകണം. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതാണ് പ്രശ്നം. ഇത് മനസ്സിലാക്കാത്തവർ ഞങ്ങൾക്ക് കണ്ട് പരിചയമാണ്. ഉംറയ്ക്ക് വരുന്നു, ഹജ്ജിന് വേണ്ടി വരുന്നു, എന്നിട്ടോ നിസ്കാരം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വരെ നടക്കുന്ന സമയത്ത് പുകയും വലിച്ചിട്ട് വടക്കകിട്ട് കെട്ടിയിട്ട് മൂപ്പര് നടക്കുക. ഞാൻ കണ്ടു ഒരു ആജിയാരോട് ചോദിച്ചു ഹജ്ജ് വേളയിൽ, എന്താ ആജിയാരെ, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ 1000-ൽ പരം കിട്ടുന്ന പള്ളിയല്ലേ, അത് കലിക്കറ്റിൽ കിട്ടൂലല്ലോ, അങ്ങനെയുള്ള പള്ളി നമ്മുടെ നാട്ടിൽ കിട്ടൂലല്ലോ, അതിനല്ലേ നിങ്ങൾ വന്നത്, അവിടെ പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ മൂപ്പര് പറയാണ് ജലദോഷാണ് മൗലവി. ഇവർക്ക് ജലദോഷമാണ് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കാതിരിക്കാനുള്ള തടസ്സം കണ്ടത്. അത്രേ വിലയുള്ളൂ എന്നർത്ഥം. മനസ്സിലായില്ലേ? നിങ്ങളെ ഞാൻ പലതും പറഞ്ഞ് പ്രയാസപ്പെടുത്തല്ല, നിങ്ങൾ ആക്ഷേപിക്കുകയല്ല. പിന്നെയോ ഞങ്ങൾക്ക് കണ്ട് പരിചയമാണ്. ഇവിടെ ഹജ്ജിന് വേണ്ടിയോ ഉംറയ്ക്ക് വേണ്ടിയോ വന്നു പോകുന്നവരിൽ പലരും അവരെ ഹജ്ജ് തീണ്ടിയിട്ടില്ല.
വാല് കുഴലിലിട്ടതുപോലെ കുഴല് വലിക്കുള്ളൂ, വാല് വളയുന്ന സമ്പ്രദായം പലരിലും കാണുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് ചെയ്താൽ നിങ്ങൾ ആ ഇനത്തിൽ പെടാതിരിക്കട്ടെ. നിങ്ങൾക്ക് പരിപൂർണ സ്വീകാര്യോഗ്യമായ ഉംറ ചെയ്തവരിൽ നിങ്ങൾ അല്ലാഹു പെടുത്തട്ടെ. ഇനിയും പുണ്യഭൂമിയിലേക്ക് വരുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു നിങ്ങൾക്ക് നൽകട്ടെ. പറഞ്ഞു വരുന്നത് വേദനിക്കാൻ വേണ്ടിയല്ല, പറഞ്ഞു വരുന്നത് നിങ്ങൾ ആള് മാറാൻ വേണ്ടിയാണ്. കാരണം റസൂലുള്ളാഹി മദീനയിലേക്ക് 1433 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു റബീഉൽ മാസത്തിൽ ഈ പുണ്യഭൂമിയിലേക്ക് ഒരു തിങ്കളാഴ്ച ദിവസത്തിൽ ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വന്നതായ വേളയിൽ എന്ത് കാട്ടി എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ മദീനയിൽ വന്നു പോകുമ്പോൾ പഠിക്കേണ്ടത് റസൂൽ കാട്ടിയത് ചേഞ്ചാണ്. റസൂൽ എന്താ കാട്ടിയത്? ചേഞ്ച് ഉണ്ടാക്കി. ഈ നാട്ടിനെ ചേഞ്ചാക്കാൻ വേണ്ടി പുതിയ ആദർശവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ നാട്ടിനെ ചേഞ്ച് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് നാട്ടിന്റെ പേര് മാറ്റി. നാട്ടിന്റെ പേരെന്താണ്? ആദ്യം യസ്രിബ് എന്നാണ്. റസൂൽ വെച്ച പേരെന്താണ്? അൽ മദീന. അള്ളാഹുവിന് കീഴടങ്ങിയ നാട്, യുദ്ധമില്ലാതെ കീഴടങ്ങിയ നാട്, മത്സരമില്ലാതെ കീഴടങ്ങിയ നാട്, അള്ളാഹുവിന്റെ റസൂലിന് കീഴടങ്ങിയ നാട്. അപ്പോൾ അള്ളാഹുവിന് ഈ നാട് കീഴടങ്ങി എന്ന് കേൾക്കുമ്പോൾ, ഈ നാട്ടിൽ വരാൻ എനിക്ക് ചാൻസ് തന്ന റബ്ബേ, ഈ മദീന കാണാൻ ചാൻസ് തന്ന റബ്ബേ, ഈ സ്വർഗത്തോപ്പിൽ നമസ്കരിക്കാൻ ചാൻസ് തന്ന റബ്ബേ, ഈ വിശുദ്ധ ഭൂമിയിൽ കറങ്ങാൻ ചാൻസ് തന്ന റബ്ബേ, എനക്കും വേണ്ടേ എന്റെ ജീവിതത്തിൽ മാറ്റം. ഇനി എന്റെ ഈ പുണ്യഭൂമിയിലേക്കുള്ള ജീവിതം കഴിഞ്ഞാൽ ഞാൻ 5 വക്ത് നമസ്കാരം ഞാൻ പുരുഷനാണെങ്കിൽ കൃത്യമായി പള്ളിയിൽ വെച്ചിട്ടേ നമസ്കരിക്കുകയുള്ളൂ. കാരണം റസൂൽ ഈ മദീനയിൽ വന്ന ശേഷം ജീവിച്ച കാലഘട്ടത്തിൽ പള്ളിയിലല്ലാതെ, യാത്രവേളയിലല്ലാതെ, പള്ളിയിലല്ലാതെ നമസ്കരിച്ചിട്ടേ ഇല്ല. ജമാഅത്തോട് കൂടിയല്ലാതെ നമസ്കരിച്ചിട്ടേ ഇല്ല. റസൂലോട് കൂടി ജീവിച്ച ലക്ഷത്തോളം സഹാബാക്കളും അങ്ങനെ തന്നെ. പുരുഷന്മാരുടെ ബാധ്യതയാണ് പള്ളിയിൽ വെച്ചിട്ട് 5 വക്ത് നമസ്കരിക്കുക എന്നത്. സ്ത്രീകളുടെ ബാധ്യതയാണ് പള്ളിയിലാവട്ടെ വീട്ടിലാവട്ടെ എവിടെയാണെങ്കിലും കൃത്യസമയത്ത് തന്നെ ഖളാവാതെ നമസ്കരിക്കുക എന്നത് സ്ത്രീകളുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ അനിസ്ലാമിക അഴിഞ്ഞാട്ടത്തിൽ നിന്നിട്ട് രക്ഷപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞു ഒതുങ്ങി അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രകടമാക്കാൻ പാടില്ലാത്തതായ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഭംഗിയുള്ള ഭാഗങ്ങൾ, അത് പർദ്ദയുടെ അകത്താക്കി അന്യപുരുഷന്മാരുടെ മുമ്പിൽ മാറ്റുക എന്നത് നമസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടതുപോലെയുള്ള കൽപ്പനയിലാണ് ഖുർആനിൽ അത് വന്നിട്ടുള്ളത്, സൂറത്തുൻ നൂറിലൂടെ. ഇതെല്ലാം യഥാർത്ഥത്തിൽ ചേഞ്ചിന്റെ ഒരു ഭാഗം മാത്രമാണ്. ചേഞ്ച് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ മുമ്പുള്ളതായ ആദർശത്തിൽ, ആ വിശ്വാസത്തിൽ നാം ചൊല്ലിയതായ തൽബിയത്തിന് ഘടകവിരുദ്ധമായ വല്ല തത്വങ്ങൾ നാം മുമ്പ് മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ, ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തീരെ മാറ്റാൻ വേണ്ടിയാണ് കൂട്ടരെ നിങ്ങളെ ആ മഹാനായ ഇബ്രാഹിമിന്റെ നാട്ടിലേക്ക് അലൈഹിസ്സലാം, ഇസ്മായിലിന്റെ നാട്ടിലേക്ക് അലൈഹിസ്സലാം, അവർ രണ്ടുപേരും കെട്ടിയതായ കാബത്തിന്റെ പരിസരത്തിലേക്ക് അള്ളാഹു നിങ്ങളെ കൊണ്ടുവന്നത്. എന്നിട്ട് നാട്ടിലോ ലോകത്തോ ആരും എവിടെയും പറയാത്തതായ ചെല്ലാത്തതായ പദപ്രയോഗം നടത്താൻ വേണ്ടി നിങ്ങളോട് കൽപ്പിച്ചത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഇതാ നിനക്ക് മാത്രം മറുപടി നൽകിയിട്ട് ഞാനിതാ വന്നിരിക്കുകയാണ്. ഇതേ അർത്ഥം ഉൾക്കൊള്ളുന്ന പദം, അല്ലയോ സഹോദര, അല്ലയോ സഹോദരി, നിങ്ങൾ ഈ പുണ്യഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പുണ്യഭൂമിയിലേക്ക് മുന്നിട്ടുകൊണ്ട്, അഥവാ കാബത്തിലേക്ക് മുന്നിട്ടുകൊണ്ട് നിങ്ങൾ നമസ്കരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നു വജ്ജഹ്തു, ഞാനിതാ മുന്നിട്ടു, ലബ്ബൈക്, ഇതാ ഞാൻ മറുപടി നൽകി. സംഗതി ഒന്ന് തന്നെ, പദത്തിൽ ചേഞ്ച്. കാരണം ആള് ചേഞ്ച്. ആള് സ്റ്റാൻഡേർഡ് കൂടിയ ആളാണ്. സ്റ്റാൻഡേർഡ് കൂടിയ ആൾക്ക് പ്രത്യേക പദമാണ് റബ്ബ് സെലക്ട് ചെയ്തത്. നിങ്ങളെ മനസ്സിലാക്കണം. അപ്പോഴാണ് പിന്നെ ഞാൻ ഇത്ര സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്ന ശേഷം ഞാൻ എൻ്റെ ആത്മീയമായിട്ട് ഞാൻ പറക്കും പോലെ വിശുദ്ധ ഭൂമിയിലൂടെ നടന്ന വേളയിലായപ്പോൾ റസൂലുള്ളാഹിയുടെ നാട്ടിൽ, റസൂലുള്ളാഹിയുടെ പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും, പണ്ട് ആയിഷ നമസ്കരിച്ച പള്ളിയിലല്ലേ, പണ്ട് റസൂലുള്ളാഹി നമസ്കരിച്ച പള്ളിയിലല്ലേ, പണ്ട് നമ്മുടെ നേതാക്കൾ നമസ്കരിച്ച പള്ളിയിലല്ലേ ഞാനിപ്പോൾ എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. അതുപോലെ തന്നെ കഅബത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വിശുദ്ധ കഅബയിലേക്ക് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീട്ടിന്റെ ഉടമയെ മാത്രം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അവന് മാത്രം നിങ്ങൾ നേർച്ചയാക്കുക, അവന് മാത്രം നിങ്ങൾ ജീവിക്കുക, അവന് മാത്രം നിങ്ങൾ മരിക്കുക എന്ന തത്വം ഉൾക്കൊള്ളുന്നതായ ആ പദത്തെ ഞാൻ പണ്ട് കാലിക്കറ്റിൽ വെച്ചിട്ട്, തിരുവനന്തപുരത്തിൽ വെച്ചിട്ട്, മംഗലാപുരത്ത് വെച്ചിട്ട്, അതുപോലെ മലപ്പുറത്ത് വെച്ചിട്ട്, ഓരോരുത്തരുടെ നാട്ടിൽ വെച്ചിട്ട് നിസ്കരിച്ചപ്പോൾ ആ ചെറിയ സൂക്തം ഞാൻ ഓതിയല്ലോ. അപ്പോൾ എന്റെ മുമ്പിൽ ആ സ്വർണത്തിന്റെ കസവുമാല ധരിച്ച്, പട്ടുവസ്ത്രം ധരിച്ച്, തലപൊക്കി നിൽക്കുന്ന കഅബ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ കഅബത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടല്ലേ ഈ വീട്ടിന്റെ ഉടമയെ മാത്രം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന, ആരാധിക്കൂ എന്ന പദം ഞാൻ നടത്തിയത്. എന്തോ ഒരു ഭാഗ്യമാണ് എനിക്ക് റബ്ബ് നൽകിയത് എന്നത് ഇങ്ങനെ ഓർക്കുമ്പോൾ പറക്കും പോലെ നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ പുണ്യഭൂമിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് വെറും ഉംറ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, വെറും സിയാറത്ത് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. അതെല്ലാം നിങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ആ ഉംറയിലൂടെ, ആ യാത്രയിലൂടെ അല്ലാഹു ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പരലോകത്തിൽ കൈകെട്ടി റബ്ബിനോട് മറുപടി പറയേണ്ടി വരും എന്നതാണ്. അത് എന്റെ പോക്കറ്റ് എന്ന് പറയുകയല്ല, പിന്നെയോ അല്ലാഹുവിന്റെ ശൈലിയിൽ നിന്നിട്ട് നമ്മുടെ ഇമാമുകളും നമ്മുടെ സലഫ് സാലിഹ്യങ്ങളും മനസ്സിലാക്കിയ ഭാഗമാണ്. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹ് ചോദിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ച്. സഹോദര സഹോദരിമാരെ, ഞാൻ പറഞ്ഞു, വിശുദ്ധ കഅബയെ കറങ്ങുന്ന വേളയിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഭാഗമാണ്. എവിടെയാണ് ഞാനിപ്പോൾ കഅബയെ കറങ്ങിയപ്പോൾ എന്റെ അനിശ്ചിത നേതാവായ എന്റെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പണ്ടൊരിക്കൽ ഞാനിപ്പോൾ ധൈര്യസമേതം കറങ്ങുന്നതായ ഈ കഅബയെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ആ നാട്ടിൽ, ആ മക്കയിൽ പണ്ടുണ്ടായിരുന്നതായ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആനത്തടിയന്മാരായ ആ മുൾച്ചെടികളായ ആ അബൂജഹലിനെ പോലത്തവർ എന്റെ നേതാവിനെ പിടിച്ച് കഴുത്തുമുറുക്കി വള്ളിയിട്ട് നിലം പതിച്ചു, അടിച്ചു, ഇടിച്ചു. ആ ഹിജ്ർ ഇസ്മായിലിന്റെ പരിസരത്തിൽ, അങ്ങനെയുള്ള സ്ഥലത്തല്ലേ ഞാനിപ്പോൾ ധൈര്യസമേതം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ ധൈര്യസമേതം റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചത്. എനിക്ക് ഇങ്ങനെയുള്ളൊരു ചുറ്റുപാട്, ഇങ്ങനെയുള്ളൊരു ചാൻസ് എന്നെ പോലത്തവർക്ക്, ലോക മുസ്ലിങ്ങൾക്ക് ലഭിച്ചെടുക്കാൻ വേണ്ടി, ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പണ്ട് എന്റെ നേതാവ് ഇവിടെയല്ലേ ഏറുകൊണ്ടത്, ഇവിടെയല്ലേ അടികൊണ്ടത്, ഇവിടെയല്ലേ ഇടിക്കപ്പെട്ടത്, ഇവിടെയല്ലേ ബഹിഷ്കരിക്കപ്പെട്ടത്, ഇവിടെയല്ലേ നാട് കടത്തപ്പെട്ടത് എന്നീ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ ഞാൻ എന്ത് കാട്ടി? എൻ്റെ ഒരു കുട്ടിയെ ഒരു മുസ്ലിം പണ്ഡിതനെ കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കണം, ഈ റസൂലുള്ളാഹിന്റെ ഹിസ്റ്ററി പഠിപ്പിക്കണം എന്നതുപോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. നിങ്ങളെക്കുറിച്ചല്ല. എന്റെ കുട്ടിയെ മുസ്ലിം സ്കൂളുകളിൽ ചേർത്തിട്ട് അല്പസമയമെങ്കിലും ഈ മക്കയിലും മദീനയിലും ഇറങ്ങിയതായ ഖുർആൻ പഠിപ്പിക്കണം, എന്നിട്ട് അതിന്റെ അർത്ഥം പഠിപ്പിക്കണം, എന്നിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുട്ടിയായി വളർത്തണം എന്നതുപോലും ചിന്തിച്ചിട്ടുണ്ടോ? ചോദിക്കണം ഓരോരുത്തരും. ഈ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി ക്യൂ നിന്നതായ ഞാൻ, ഈ കഅബയുടെ പരിസരത്തിൽ കറങ്ങാൻ വേണ്ടി ക്യൂ നിന്നതായ ഞാൻ എത്ര കാലമായി അള്ളാഹുവിനോട് മല്ലിട്ടുകൊണ്ട് ആ പലിശ ബാങ്കിൽ ക്യൂ നിൽക്കുന്നത്, ഇനിമേലിൽ ആ ബാങ്കുമായി എനിക്ക് ബന്ധമില്ല എന്നൊരു സത്യപ്രതിജ്ഞ ആ കഅബയുടെ മുമ്പിൽ വെച്ചിട്ട് വല്ലവരും ചെയ്തോ? ചോദിക്കണം. ചാൻജ് അങ്ങനെയാണ് വേണ്ടത്. അപ്പോഴാണ് അള്ളാഹ്ക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടാവുക. അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. മരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി, ദാസിയായി മരിക്കാം. റസൂലുള്ളാഹിന്റെ പിന്നാലെ നടക്കാം, സ്വർഗത്തിലേക്ക് എത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദര സഹോദരിമാരെ, പ്രസംഗിക്കൽ എളുപ്പമാണ്, കേൾക്കലും എളുപ്പമാണ്, പ്രവർത്തിക്കൽ പ്രയാസമുള്ള കാര്യമാണ്. ഒന്ന് ഹൃദയം തൊട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു പരലോകത്തിൽ നിങ്ങളോട് ചോദിക്കുമെന്ന് കേൾക്കുമ്പോൾ അത് രോമാഞ്ചമുണ്ടാകേണ്ട രംഗമാണ്. എന്നോട് റബ്ബ് ചോദിക്കുമെന്നാണോ? മദീന കണ്ട വാർത്തയെക്കുറിച്ച്, ആ മദീന നിങ്ങളോട് ഓതുന്ന കഥനക്കഥകൾ നിങ്ങൾ എന്ത് പഠിച്ചു? ആ മദീനയിൽ പണ്ടൊരു കറുത്ത പെണ്ണിങ്ങനെ നടന്നു വരികയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക്. സംഭവം ബുഖാരിയിലാണ്. പെണ്ണ് പറയുന്നു, റസൂലേ, എനിക്ക് അപസ്മാര രോഗമാണ്. റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗമുണ്ട്. അപ്പോൾ ആ സഹോദരി പറയുന്നു, വേണ്ട വേണ്ട വേണ്ട, പ്രാർത്ഥിക്കണ്ട, എന്റെ രോഗം മാറാൻ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, എനിക്ക് വേണ്ടത് സ്വർഗമാണ്. നാം ചിന്തിച്ചിട്ടുണ്ടോ വല്ലപ്പോഴും ഭൗതികമായ ആഡംബരങ്ങളെ, ഭൗതികമായ എല്ലാം മക്കളെ വരെ, സന്താനങ്ങളെ വരെ അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹിന്റെ അടുക്കൽ സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന ഒരു സമർപ്പണ ബോധം നമ്മൾ എന്നിട്ട് ഉടലെടുത്തിട്ടുണ്ടോ? ഇത് നമ്മുടെ നേതാവായ ഒരു പെണ്ണ് ചെയ്ത പ്രവർത്തനമാണ്. സ്വർഗം കിട്ടണമെന്ന് കേട്ടപ്പോൾ, എന്നാൽ സ്വർഗം കിട്ടുമെങ്കിൽ എന്റെ അപസ്മാര രോഗം മാറണ്ട എന്ന് പറഞ്ഞു. പക്ഷേ കൂട്ടിച്ചേർക്കുന്നു ആ സഹോദരി, സംഭവം ബുഖാരിയിലാണ്. ആ സഹോദരി പറയുന്നു, റസൂലേ, ഒരു കാര്യമുണ്ട്, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതെന്താണ്? ഈ അള്ളാന്റെ ഖുർആനിൽ ഇറങ്ങിയതായ സ്ത്രീകളിൽ നിന്നിട്ട് അന്യപുരുഷന്മാർ കാണാൻ പാടില്ലാത്തതായ ആ പർദ്ദ ധരിക്കണമെന്ന് അള്ളാഹ് കൽപ്പിച്ചതായ ഭംഗിയുള്ള ഭാഗം എനിക്ക് അപസ്മാര രോഗം വരുമ്പോൾ, ഞാൻ നിലം പതിക്കുമ്പോൾ പ്രകടമായി പോകുന്നുണ്ട്. അത് പ്രകടമാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് ആ സഹോദരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. എന്താണ്? അള്ളാന്റെ കൽപ്പന അനുസരിച്ചിട്ട് ജീവിക്കുന്ന വേളയിൽ എന്റെ കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ അന്യപുരുഷന്മാർ കണ്ടുപോകരുത്, എനിക്ക് രോഗം വരുമ്പോൾ, ഞാൻ നിലം പതിക്കുമ്പോൾ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചു. എന്റെ രോഗം മാറാൻ പ്രാർത്ഥിക്കണ്ട എന്നും.
അതൊക്കെ ഈ നാട്ടിലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പെണ്ണിനെ പിന്നെ റസൂല് മരിച്ച ശേഷം കുറെ കാലം ആ പെണ്ണ് ജീവിച്ചു. സഹാബാക്കൾ പറയും, അത് സ്വർഗത്തിൽ പോകുന്ന പെണ്ണതാ പോകുന്നു. നിങ്ങളിരിക്കുന്ന ഈ ഭൂമിയിലൊക്കെ പണ്ട് നടന്നവരെ സ്വർഗത്തിൽ പോകുന്നതായ നേതാക്കളായിരുന്നു. അങ്ങനെയുള്ള നാട്ടിലേക്ക് വന്നു പോകുമ്പോൾ നമുക്കും വേണ്ടേ അവരുടെ ബേക്കിലാണ് നടന്നുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ? തീർച്ചയായിട്ടും. അപ്പോൾ എന്ത് വേണം? അവർ കാട്ടിയതിൻ്റെ ഏതെങ്കിലും ശതമാനം നാം കാട്ടണം. അവർ ഏത് റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു, ഏത് റബ്ബിന് വേണ്ടി മാത്രം കരളും കഴുത്തും മുറിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപെട്ടു, ഏത് റബ്ബിന്റെ മുമ്പിൽ ആ റബ്ബ് ചെയ്യാൻ പാടില്ല എന്നത് ഒഴിവാക്കാൻ വേണ്ടി അവർ ചെറുതും വലുതുമായ ഹറാമാവട്ടെ ബിദ്അത്താവട്ടെ കറാഹത്താവട്ടെ എന്തായിരുന്നാലും പോലും അള്ളാഹനെ വെറുപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നവർ മനസ്സിലാക്കി, അത് ഞാനും എൻ്റെ ജീവിതത്തിൽ ഇനി നടപ്പാക്കട്ടെ, അള്ളാഹുനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് 113 തവണ അല്ലെങ്കിൽ 112 തവണ ദുആ എന്ന പദപ്രയോഗം നടത്തിയും കൊണ്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ പോകാൻ ചാൻസ് തന്ന റബ്ബിനോടല്ലാതെ ഇനി ഞാൻ പ്രാർത്ഥിക്കുകയില്ല. എനിക്ക് കഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ പൂജിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ പൂജിച്ചതായ ക്രിസ്ത്യാനികളെ അള്ളാഹ് ശപിച്ചു ഖുർആനിലൂടെ. അങ്ങനെ പൂജിച്ചതായ ജൂതന്മാരെ ഈ ഖുർആനിൽ അള്ളാഹ് ശപിച്ചു. അവർ യഥാർത്ഥത്തിൽ പൂജിച്ചതും അവർ യഥാർത്ഥത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചതും കൊള്ളരുതാത്തവരെയല്ല, ലോക നേതാക്കളിൽ നേതാക്കളായ ഈസ നബി അലൈഹിസ്സലാം. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തതായ ഈസ നബി അലൈഹിസ്സലാമിനെയായിരുന്നു ആ ലോക ക്രിസ്ത്യാനികൾ വിളിച്ച് പ്രാർത്ഥിച്ചത്. അള്ളാഹ് വിട്ടില്ല. അവരെ എന്നേക്കും കാലകാലം നരകത്തിലാണ്, അവർ കാഫിര്യങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. എന്നിരിക്കുമ്പോൾ കൊള്ളരുതാത്തവരെയും കാഷിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെയും എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അയ്യപ്പ ശരണ എന്ന് പറയപ്പെടുന്ന അതുപോലെയുള്ള വിഭാഗത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ആരായിരുന്നാലും അള്ളാഹ്ക്ക് വേണ്ടത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിനക്ക് മാത്രം മറുപടി, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, നിന്റെ കൂടെ ഞങ്ങൾ ആരെയും പങ്കു ചേർക്കുകയില്ല, ഏത് സൃഷ്ടിയെയും പങ്കു ചേർക്കുകയില്ല, ഏത് വസ്തുവിനെയും പങ്കു ചേർക്കുകയില്ല, നിന്നോടല്ലാതെ ചോദിക്കൂല. ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്. ഉജ്ജഹത്തുൽ പറഞ്ഞ തത്വം തന്നെ, വേറെ ഒരു വ്യത്യാസമില്ല. ലാ ശരീക ല വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിന്റെ കൂടെ ഞാൻ ആരെയും പങ്കു ചേർക്കുന്നതല്ല. ഇന്ന സലാത്തി, എന്റെ സർവ്വ നമസ്കാരങ്ങൾ, എന്റെ സർവ്വ പ്രാർത്ഥനകൾ, ഒനുസുക്കി, എന്റെ സർവ്വ നേർച്ച വഴിപാടുകൾ, എന്റെ സർവ്വ അറിവുകൾ, ഒമഹിയായ, എന്റെ ജീവിതമാസകലം, ഒമമാത്തി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ്. ഒബിദാലിക ഉമിർതു, ഈ കാര്യം ഉൾക്കൊള്ളണമെന്നും ഈ കാര്യം നടപ്പാക്കണമെന്നും ഇതിന് വിപരീതം പറയുന്നവരുടെ തത്വം ഒരു കാലത്തും ഞാൻ ഉൾക്കൊള്ളാൻ പാടില്ല എന്നും അതിലൂടെ എനിക്ക് അറുപ്പും വെറുപ്പും ഉണ്ടാവണമെന്നും ഈ ഖുർആൻ കൽപ്പിച്ചു. ഈ ഖുർആൻ നമുക്ക് വിവരിച്ചെന്ന റസൂല് കൽപ്പിച്ചു. അത് നടപ്പാക്കിയ ലക്ഷത്തോളം സഹാബാക്കൾ കൽപ്പിച്ചു. അങ്ങനെ എന്നോട് കൽപ്പിക്കപ്പെട്ടതുകൊണ്ട് വഅന മിനൽ മുസ്ലിമീൻ, ഞാനിതാ മുസ്ലിമായിരിക്കുകയാണ് എന്ന് നാം എപ്പോഴും 5 വക്ത് നേരത്തിൽ നമസ്കരിക്കാൻ വേണ്ടി റബ്ബിന്റെ മുമ്പിൽ അതേ കഅബത്തിനെ മുന്നിട്ടുകൊണ്ട് പറഞ്ഞതായ അതേ മനുഷ്യൻ ആജിയായി വരുമ്പോൾ, ഉംറയ്ക്ക് വേണ്ടി വരുമ്പോൾ അല്ലാഹ് പറയുന്നു ആ തത്വം ഇവിടെ മടക്കി പറയണം, അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, അത് എന്റെ മുമ്പിൽ സമ്മതിക്കണം. ലാ ശരീക ലക ലബ്ബൈക്, ലാ ശരീക ലക ലബ്ബൈക് എന്ന് മടക്കി പറയുന്നു. കാരണം ഈ മക്കയിൽ റസൂലുള്ളാഹ് ആ വജ്ഹത്തുമായി നടന്നപ്പോൾ, ആ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന തത്വവുമായി നടന്നപ്പോൾ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തത്വവുമായി നടന്നപ്പോൾ അത് എതിർത്തുകൊണ്ട് അതിന് നേരെ വിപരീതമായിട്ട് ലാ ശരീക ലക ലബ്ബൈക് എന്ന് മുഅ്മിനീങ്ങൾ പറയുന്നതിന് നേരെ വിപരീതം, സഹാബാക്കൾ പറയുന്നതിന് നേരെ വിപരീതം, ഇല്ലാ ശരീകൻ വലക തംലികുഹു വമാ മലക എന്ന് അവർ തൽബിയത്ത് ചൊല്ലി എന്ന് സഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം. അതിന് വിപരീതമാണ് നിങ്ങൾ കാട്ടിയത്. അത് അപ്പോൾ നാം എന്ത് ചെയ്യുക? അവർ നടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ വിപരീതം നടക്കുക. അവർ ചെയ്തതിന്റെ നേരെ വിപരീതം ചെയ്യുക. അവർ കാട്ടിയതിന്റെ നേരെ വിപരീതം കാട്ടുക. കഅബത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ബിംബങ്ങൾക്ക് വേണ്ടി അവിടെ അവർ തന്നെ അവരുടെ കൈ കൊണ്ടുണ്ടാക്കിയതായ ഇബ്രാഹിമിന്റെ പ്രതിമ, ഇസ്മായിലിന്റെ പ്രതിമ, ഇസ്ഹാഖിന്റെ പ്രതിമ, മറിയമിന്റെ പ്രതിമ, ലാത്തയുടെ പ്രതിമ, ഉസ്സയുടെ പ്രതിമ, വദ്, സ്വാഇ, യഗൂസ്, യഊഖ്, നസ്ർ എന്ന ഖുർആനിൽ നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ടതായ സാലിഹീങ്ങളുടെ പ്രതിമകൾ അവകളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് 360 ബിംബങ്ങളെ സ്ഥാപിച്ച് അവകൾക്ക് നേർച്ച, അവകൾക്ക് അറവ് അവർ നടത്തിയിരുന്നു. നിങ്ങൾ അല്ലാഹ് ക്ഷണിച്ചു. എന്തിന് വേണ്ടിയാണ്? ഹാജിമാരാകുമ്പോൾ അള്ളാഹ് കറക്കാൻ. പണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം, പണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാം, 2 സമർപ്പണത്തിന്റെ കഥ ഖുർആൻ പഠിപ്പിക്കുന്നു.
ഹദീസ് പഠിപ്പിക്കുന്നു. നിങ്ങൾ പഠിച്ചതായിരിക്കാം, പക്ഷെ ഇവിടുന്ന് കേൾക്കുമ്പോൾ ചേഞ്ചുണ്ട്, ഇവിടുന്ന് പഠിക്കുമ്പോൾ ചേഞ്ചുണ്ട്. കാരണം ഇവിടെയാണ് വഹി ഇറങ്ങിയത്, ഇവിടെയാണ് ജിബ്രീൽ വന്നത്, ഇവിടെയാണ് റസൂലുള്ളാഹി വഹി കേട്ടത്, ഇവിടെയാണ് ജിബ്രീൽ വഹി കേൾപ്പിച്ചത്, ഇവിടെയാണ് സഹാബാക്കൾ നബിയിൽ നിന്നിട്ട് കേട്ടത്. ആ വഹി നിങ്ങൾ ഇവിടുന്ന് കേൾക്കുമ്പോൾ ഈ പ്രത്യേകത ലോകത്ത് എവിടുന്ന് വാത് കേട്ടാലും ഇല്ല. അതൊരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇത് കേട്ടു പോകുമ്പോൾ അത് നടപ്പാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹ് വിടൂല. നിങ്ങൾ നടപ്പാക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ക്ലാസ് കേട്ടു പോകുന്ന എത്രയോ ഹാജിമാർ. ഒരു ഹാജി എന്റെ മുമ്പിൽ വെച്ചിട്ട് ഇവിടുന്ന് പറഞ്ഞു, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, 18 കൊല്ലമായി താടിക്ക് മൗലവീൻ. ഞാൻ ചോദിച്ചു, മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, 18 കൊല്ലം മുമ്പ്, ഈ പറഞ്ഞിട്ട് 10 കൊല്ലത്തോളം ഏട്ടാ, 18 കൊല്ലം മുമ്പ് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്നിട്ട് നിങ്ങൾ വാള് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ താടി വടിച്ചിട്ടില്ല നുബുവത്ത് കിട്ടിയ ശേഷം. സഹാബാക്കൾ നിന്നിട്ട് ലക്ഷത്തോളം സഹാബാക്കൾ ആരും താടി പഠിച്ചവരല്ല. മുസ്ലിം പുരുഷന്മാരുടെ ചിഹ്നമാണ് താടി, മുസ്ലിം സ്ത്രീകളുടെ ചിഹ്നമാണ് പർദ എന്നതുപോലെ ഇന്ന് നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ 22ഓളം സഹീഹ ഹദീസുകൾ താടി വെക്കണം പുരുഷന്മാർ എന്നതിന് തെളിവുണ്ട്. പരലോകത്തിൽ സ്വർഗ്ഗത്തിലേക്ക് എത്തുമ്പോൾ പുരുഷന്മാർ താടിയില്ലാതെയാണ് യുവാക്കളായിട്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതെല്ലാം നിങ്ങൾ പറയുന്ന കേട്ടപ്പോൾ മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് ഞാൻ അറിയാതെ പറഞ്ഞുപോയി റബ്ബിനോട്, റബ്ബേ ഇനി ഞാൻ താടി വടിക്കുകയില്ല. ആ സംഭവം നടന്നിട്ട് 18 കൊല്ലമായി ഇതുവരെ ഞാൻ താടി തൊട്ടിട്ടില്ല അല്ലെങ്കിൽ വടിച്ചിട്ടില്ല എന്ന് ഒരു ആചാര്യ ഇവിടുന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്തോളി, താടിയുടെ കാര്യമല്ല, നിങ്ങളുടെ ജീവിതമാസകലം റസൂലുള്ളാഹി മദീനയെ മാറ്റിയതുപോലെ ഇനി എന്റെ ജീവിതത്തെ ഞാൻ മാറ്റും. എന്റെ പഴയ പട്ടിക ഞാൻ തകർത്തും, എന്നിട്ട് പുതിയ പട്ടിക, ഇസ്ലാമിക പട്ടിക, മദീനീകരിക്കുന്ന, മക്കീകരിക്കുന്ന, സ്വർഗത്തോപീകരിക്കുന്ന, ഖുർആനീകരിക്കുന്ന പട്ടിക ഞാൻ നിരത്തിവെക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രയാസപ്പെട്ടു പോയോ? ആരും ബേജാറാവണ്ട. അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട്, അല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ വഴിയിലേക്ക് വരാൻ വേണ്ടി ആര് പാടുപെടുന്നുവോ, ആര് പരിശ്രമിക്കുന്നുവോ, നാം അവർക്ക് അതിനുള്ള കാര്യങ്ങൾ എളുപ്പമാക്കി, സന്മാർഗം എളുപ്പമാക്കി കൊടുക്കുക തന്നെ ചെയ്യും. ഖുർആൻ അള്ളാഹിന്റെ വാഗ്ദാനമാണ്. ഒരുങ്ങിയാൽ മതി. എത്ര പേർ ഒരുങ്ങിയവർ എത്തേണ്ടടുത്ത് എത്തി, എത്ര ഒരുങ്ങിയവർ ചെയ്യേണ്ടത് ചെയ്തു, എത്ര ഒരുങ്ങിയവർ ആള് മാറി, വീട് മാറ്റി, പരിസരം മാറ്റി, കുട്ടികളെ മാറ്റി, ഭാര്യയുടെ ജീവിത രീതി മാറ്റി, വ്യക്തി ജീവിതം മാറ്റി, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ജീവിതം മാറ്റി, എ തൊട്ട് സെറ്റ് വരെ, കുടിൽ തൊട്ട് കൊട്ടാര വരെ ജീവിതത്തിന്റെ രൂപം ആ സകലം മാറ്റി. നമുക്കറിയാം. അതെ, തോബ ചെയ്തിട്ടൊരു മനുഷ്യന് വന്നിട്ട് പറയുന്നു എന്നോട്, എനിക്ക് എന്റെ അനുഭവം പറയാലോ. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ മൗലവി 2,60,000 റിയാൽ ഏകദേശം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ കെട്ടുകഴിഞ്ഞു കഫീലിൽ നിന്നിട്ട്. ഇപ്പോൾ ഞാൻ തോബ ചെയ്തിരിക്കുകയാണ്. എന്ത് വേണം, എങ്ങനെയാണ് ആ കാശ് മടക്കി കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കാൻ പറ്റൂല. അദ്ദേഹം ഞാൻ കള്ളനാണെന്ന് അറിഞ്ഞിട്ടില്ല. അദ്ദേഹം അറിയാതെയാണ് ഇത്രയും വലിയ സംഖ്യ ഞാൻ കട്ടത്. കുറെ കൊല്ലത്തിലൂടെ കട്ടതാണ്, നോക്കൂ. പക്ഷേ വാത് കേട്ടപ്പോൾ, ഖുർആൻ കേട്ടപ്പോൾ, സുന്നത്ത് കേട്ടപ്പോൾ, അള്ളാഹുവിന്റെ കലാമ് കേട്ടപ്പോൾ, അള്ളാഹുവിന്റെ ശൈലിയാണ് എന്ത്? ദക്കിർ. നിങ്ങൾ അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ അത് കയറും, അത് ഫലിക്കും. അങ്ങനെ ആളിൽ ഫലിച്ചു. അതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കാശ് എത്തിച്ചു കൊടുക്കുക? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചാൽ മതി, ബാങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വിട്ടാൽ മതി. രൂപം പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തൗബ ചെയ്യുമ്പോൾ അള്ളാഹു അതിനുള്ള തൗഫീഖ് ഉണ്ടാക്കി കൊടുക്കുന്നു മനുഷ്യൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു പ്രയാസമുള്ള കാര്യമല്ല നിങ്ങൾ ഞാൻ പറയുന്നത്. ഈ നാട്ടിൽ ജീവിച്ചവർ കരളും കഴുത്തും കൊടുത്തല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സമർപ്പണ ബോധം നിങ്ങളുടെ നമസ്കാരത്തിൽ ഇന്ന് രാത്രി മുതൽ ഉണ്ടായാൽ മതി. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന് മാത്രം എന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞു. ഇന്ന് വരെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നത് ആ റബ്ബർ തോട്ടങ്ങളാണ്. ഇത്രയും റബ്ബർ തോട്ടങ്ങൾ തന്ന റബ്ബ്, ഇത്രയും വണ്ടികൾ തന്ന റബ്ബ്, ഇത്രയും മക്കളെ തന്ന റബ്ബ്, ഇത്രയും നല്ല ഭാര്യയെ തന്ന റബ്ബ്, ഇത്രയും സമ്പത്ത് തന്ന റബ്ബ് എന്നതൊക്കെയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വന്നത്. ഇനി വരേണ്ടത് അങ്ങനെ അത് മാത്രമല്ല, കൂട്ടിച്ചേർക്കുക
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഅബയിലേക്ക് എന്നെ എത്തിച്ച റബ്ബ്, കഅബ നേരിട്ട് കാണിച്ച റബ്ബ്, കഅബ കണ്ടുകൊണ്ട് കൺകുളിർപ്പിച്ച റബ്ബ്, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നമസ്കരിക്കാൻ ചാൻസ് തന്ന റബ്ബ്. എത്ര ഈ ആഗ്രഹം പുലർത്തിയും കൊണ്ട് ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാർ എൻ്റെ നാട്ടിലുണ്ട്, എൻ്റെ പരിസരത്തിലുണ്ട്. ഒരു നോക്ക് നോക്കാതെയാണ് അവർ പ്രാർത്ഥിച്ചിട്ടും അവർ ആവശ്യപ്പെട്ടിട്ടും അവർ പരിശ്രമിച്ചിട്ടും ഒരു നോക്ക് നോക്കാൻ ചാൻസ് കിട്ടാതെ മരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അവിടെ നിന്നല്ലേ എന്നെ അവർ കൊണ്ടുവന്നത്. എന്താ എനിക്കൊരു പ്രത്യേക ബന്ധം റബ്ബിനോട് പറയാനുണ്ടോ? എൻ്റെ ജീവിതം ആകസാസകലം ഞാൻ വീഴ്ചയിൽ ജീവിച്ചതല്ലേ, ഞാൻ ദോഷം ചെയ്ത് ജീവിച്ചതല്ലേ, ഞാൻ പാപം ചെയ്ത് ജീവിച്ചവരല്ലേ, എന്നിട്ടും എന്നെ അള്ളാഹു ഇവിടേക്ക് എത്തിച്ചില്ലേ? എന്ത് ചെയ്യണം റബ്ബിന്റെ മുമ്പിൽ എന്ന ആ കുറ്റബോധം, എന്ന ആ വീഴ്ചബോധം വന്നുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവ്വലോകരക്ഷിതാവായ റബ്ബിനാണ് എന്ന ആ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇന്ന് മുതൽ ഫാത്തിഹ ഓതാനുള്ള ചാൻസ് റബ്ബ് ഉണ്ടാക്കി തന്നു. അത് ഉപയോഗപ്പെടുത്തുക. അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറക്കും പോലെ തോന്നും. നിങ്ങളുടെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ. അവർക്ക് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവരുടെ ഈമാൻ വളർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഈമാൻ അള്ളാഹുവിൽ അടുക്കുമ്പോഴല്ല, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ കോട്ടം തട്ടാൻ പാടില്ല. അള്ളാഹുവാണ് നന്മ ചെയ്യുന്നവൻ, അള്ളാഹുവാണ് തിന്മ ചെയ്യുന്നവൻ, അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചവൻ. അള്ളാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം വരുമ്പോൾ രോഗം മാറാൻ വേണ്ടി ആയിഷ പറയുന്നു, റസൂലിന്റെ മടിയിൽ മരിക്കാൻ കിടക്കാണ്, അവസാനത്തെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അവർ ജീവിച്ചിരുന്ന കാലത്തിൽ അവർ പഠിപ്പിച്ചതായ, രോഗം ബാധിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതായ ആ ആയത്തുകളും ആ പ്രാർത്ഥനകളും ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ എന്റെ കൈയിനേക്കാളും പവിത്രത നൽകിയ കൈയായതുകൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിഞ്ഞ കൈയായതുകൊണ്ട് ആ കൈയിലേക്ക് ഞാൻ ഊതി, ആ കൈ കൊണ്ട് ഞാൻ തടകിയെന്ന് സഹീഹ് ബുഖാരിയിൽ നമ്മുടെ നേതാവായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. അള്ളാഹുവിനോട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് വരേക്കും റസൂലുള്ളാഹിക്ക് രോഗം ബാധിച്ചപ്പോൾ പ്രാർത്ഥിച്ച് കാണിച്ചു തന്നതായ നേതാക്കൾ ജീവിച്ച് മരിച്ചതായ അതേ സ്വർഗത്തോപ്പിന്റെ പരിസരത്തിൽ, അതേ മദീനത്തെ പള്ളിയുടെ പരിസരത്തിൽ എത്തിയതായ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ ആ ഭൂമിയിൽ നിന്നിട്ട് പഠിക്കേണ്ട ശൈലിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിലൂടെ നമുക്ക് അനാചാരത്തോട് വിടവാങ്ങാനും ഈ പുണ്യഭൂമിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളൊരു വെണ്ടേ കർഷത്തിൽ എഴുതപ്പെട്ട ഹദീസ് വായിച്ചു കാണും. ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങളുടെ കൂടെയുള്ള പ്രബോധകന്മാർ ചിലപ്പോൾ പറഞ്ഞു തന്നു കാണും, ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കും അവർക്ക്. നിങ്ങൾ മദീനയുടെ കമ്പോഡിലെ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എവിടുന്ന് വന്നു? മക്കയിൽ നിന്നിട്ട് വന്നു അല്ലെ? മക്കയിൽ നിന്ന് നിങ്ങൾ കടന്നു വന്നത്. അപ്പോൾ ദുൽഹുലൈഫ എന്ന ആ നാട്ടിൽ കൂടി നിങ്ങൾ കടക്കുമ്പോൾ അവിടെ ഒരു ബോർഡുണ്ട്. മദീനയുടെ എല്ലാ കവാടങ്ങളിലും അതുപോലെയുള്ള ബോർഡുണ്ട്. ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഹദീസ്, വലിയ വെണ്ടേ കഷരത്തിൽ. എന്താണ് ഹദീസ്? അലി ഇബ്നു അബി താലിബാണ് റിപ്പോർട്ടകൻ റളിയല്ലാഹു തആല അൻഹു. എവിടെയാണ് ഹദീസ്? ബുഖാരിയിലുള്ള മുസ്ലിമിലുള്ള ഹദീസാണ്, മുത്തഫഖുൻ അലൈഹിയാണ്. ഹദീസ് എന്താണ് ഉള്ളടക്കം? അൽ മദീനത്തു ഹറം, നിങ്ങൾ ഈ കടക്കാൻ പോകുന്ന മദീന ഹറമാണ്, അല്ലാഹ് ബഹുമാനിച്ച ഭൂമിയാണ്, പവിത്രതയുള്ള ഭൂമിയാണ്, സാധാരണ ഭൂമിയല്ല. നിങ്ങൾ ഈ കടക്കാൻ പോകുന്ന ഭൂമി ഇത് കേരളമല്ല, ഇത് അല്ലാഹ് ആദരിച്ച ഭൂമിയാണ്. ഹറം, ഹറമ, ആ വാക്കിന്റെ അർത്ഥം എന്താണ്? പവിത്രത. റസൂൽ പറയുന്നു, ഖലീലുല്ലാഹി ഇബ്രാഹിം മക്കയെ അള്ളാന്റെ കൽപ്പന അനുസരിച്ചിട്ട് ഹറമാക്കി, പവിത്രതയുള്ള ഭൂമിയാക്കി. ഈ മദീനയെ ഞാനിതാ അള്ളാന്റെ കൽപ്പന അനുസരിച്ചിട്ട് ഹറമാക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് അള്ളാഹ് ഹറമാക്കിയ ഭൂമിയിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി റസൂല് ആ വിഷയത്തെ ബാധിക്കുന്ന കാര്യം പറഞ്ഞത് സൗദി ഗവൺമെന്റ് വെണ്ടേ കഷത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അൽ മദീനത്തു ഹറം, മദീന പവിത്രതയുള്ള ഭൂമിയാണ്. മാ ബൈന ഐരിൻ വസൗറ, നിങ്ങൾ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ വലത് ഭാഗത്ത് ഐറി എന്ന കുന്നുണ്ട്. ആ കുന്നിന്റെയും സൗറി എന്ന കുന്ന് നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഉഹദ് പർവ്വതത്തിന്റെ ബേക്കിലാണ് സൗറി എന്ന കുന്ന്. ഈ രണ്ട് കുന്നിന്റെ ഇടയിലുള്ള സ്ഥലത്തിന്റെ പേരാണ് എന്ത്? ഹറം. റസൂല് പറയുന്നു ഇത് ഹറമാണ്, ഇത് പവിത്രതയുള്ള സ്ഥലമാണ്. മൻ അഹ്ദസ ഫീഹാ ഹദസൻ, എന്താ അവിടെ നിങ്ങൾ പഠിക്കേണ്ട ഭാഗം? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി മദീനയിലേക്ക് വന്നപ്പോൾ, ഹിജ്റ വന്നപ്പോൾ ഇവിടെ 2-3 ചേഞ്ചുകൾ, 2-3 പ്രത്യേകതകൾ, 2-3 സുരക്ഷിതത്വങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ സുരക്ഷിതത്വം അത് വിശ്വാസപരമായ സുരക്ഷിതത്വമാണ്.
മൻ അഹദസ ഫീഹാ ഹദസൻ, ഞാൻ കൊണ്ടുവന്ന മതത്തിന് ഘടകവിരുദ്ധമായ എന്ത് ബിദ്അത്തുകൾ, അതിലില്ലാത്ത ഏത് തത്വങ്ങൾ, അത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കാണുന്നത് ഒന്നിരിക്കലോ ജന്മദിനാഘോഷങ്ങൾ, അല്ലെങ്കിൽ മരണദിനാഘോഷങ്ങൾ, അല്ലെങ്കിൽ ആനപ്പോക്കുകൾ, അല്ലെങ്കിൽ സന്തൽ പോക്കുകൾ, അല്ലെങ്കിൽ ഖബറുകൾ കെട്ടിപ്പൊക്കലുകൾ, ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് പകരം അതിൽ മേളകൾ, അതിൽ പൂരങ്ങൾ, അതിൽ നേർച്ചകൾ, അതിൽ ഉറൂസുകൾ, അതെല്ലാം ഇസ്ലാമിലില്ലാത്ത ബിദ്അത്തുകളാണ്. അത് റസൂൽ പഠിപ്പിക്കാത്തതാണ്. റസൂലുള്ള മരിക്കുന്ന വേളയിൽ ആയിഷാന്റെ മടിയിലിരുന്നു കൊണ്ട്, മടിയിൽ റസൂലുള്ളാന്റെ തല വെച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞ വാക്കുകളിൽ പെട്ടതാണ്, നിങ്ങൾ ഖബറുകളെ ആരാധനാലയമാക്കി മാറ്റരുത്. ജൂതക്രിസ്ത്യാനികളെ അള്ളാഹ് ശപിച്ചത് അങ്ങനെ കാട്ടിയത് കൊണ്ടാണ് എന്ന് റസൂലുള്ള അവസാനം സംസാരിച്ച വാക്കുകളിൽ ഒരു വാക്കാണ് എന്ന് ബുഖാരിയിൽ കാണാം. ഇത് യഥാർത്ഥത്തിൽ ഞാൻ പള്ളിദർസിൽ പഠിച്ച മുസ്ലിയാരാണ്. ഞാൻ മുസ്ലിയാരായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലുള്ള സംസ്ഥാന പണ്ഡിതന്മാരുടെ തലവന്മാർ എന്നെ പഠിപ്പിച്ചവർ, അവരെന്നെ പഠിപ്പിച്ചപ്പോൾ ആരാന്റെ ചോറ് തിന്നിട്ട് പള്ളിദർസിൽ നിന്നിട്ട് ഞാൻ പഠിച്ച ഭാഗങ്ങളാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, നാം നമ്മുടെ മുമ്പിലോ നമ്മിലോ നാം കേൾക്കുന്നതിലോ വിജ്ഞാനത്തിന്റെ കുറവില്ല, നടപ്പാക്കുന്നതിലുള്ള വീഴ്ചയാണ് നീ ഞാൻ പറഞ്ഞല്ലോ. അത് ഈ ഹദീസ് കേൾക്കുമ്പോൾ, ഈ മദീനയിൽ വന്നിട്ട് പോകുമ്പോൾ ഈ ഭൂമി പഠിപ്പിക്കുന്ന പാഠമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അൽ മദീനത്തു ഹറം, മദീന പവിത്രതയുള്ള ഭൂമിയാണ്. ഐറിന്റെയും സൗറിന്റെയും ഇടയിൽ മൻ അഹദസ ഫീഹാ ഹദസൻ, ആരെങ്കിലും ഈ മതത്തിലില്ലാത്ത വല്ല അനാചാരം ഈ ഭൂമിയിൽ വെച്ചിട്ട് ചെയ്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹു അവനെ ശപിക്കട്ടെ. ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ കണ്ണിലുണ്ണിയുമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 പരം വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന വാക്കാണ്. ഏത്? ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹു അവനെ ശപിക്കട്ടെ. വൽ മലായിക, മലക്കുകളെ ശപിക്കട്ടെ. വന്നാസി അജ്മഈൻ, ലോകത്തിൽ ജനരാശികൾ ആ സകലം ശപിക്കുന്ന ഇനത്തിൽ അവർ പെടട്ടെ. റസൂല പ്രാർത്ഥിക്കുന്നത് അള്ളാഹ് ശപിച്ചവരിൽ പെടട്ടെ. ആര്? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്ത, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കാത്ത, അള്ളാഹ്ക്ക് മാത്രം മറക്കാത്ത, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കാൻ ഒരുങ്ങാത്ത, ഇസ്ലാമിലേക്ക് പേര് ചേർത്ത് പറയട്ടെ, പറയാതിരിക്കട്ടെ. ഇന്നലെ രാത്രി ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഉണർത്തിയതായ ഒരു ഹദീസ് എന്റെ ഓർമ്മയിൽ വരുന്നു. റസൂലുള്ളാഹി പറയുന്നു, അല്ലയോ എന്റെ ഉമ്മത്തുകളെ, അള്ളാഹു എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നൊരിക്കലോ ശഫാഅത്തിന്റെ അധികാരം തരാം, നിങ്ങൾക്ക് ശഫാഅത്തിന്റെ അധികാരം തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി ഉമ്മത്തുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് തരാം. റസൂലുള്ളാഹി പറയുന്നു, ഇത് ഞാൻ കേട്ടപ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞു, പോരാ റബ്ബേ, എനിക്ക് പകുതി ഉമ്മത്തുകളെ സ്വർഗത്തിൽ കൊണ്ടുപോയാൽ പോരാ. എന്റെ കഴിവിന്റെ പരമാവധി ശഫാഅത്തിലൂടെ അവർക്ക് വേണ്ടി നിന്റെ അടുക്കൽ ശുപാർശയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അതാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് എനിക്ക് ശഫാഅത്തിന് അധികാരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ലഭിച്ചതായ വാഗ്ദാനം എന്താണ്? അതെ, നിങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്നിട്ട് എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കൂടെ ആരെയും ശിർക്ക് ചെയ്യാതെ, പങ്കു ചേർക്കാതെ ആര് മരിക്കുന്നുവോ അവർക്കെല്ലാം നിങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുക തന്നെ ചെയ്യും. ആ ഇനത്തിൽ നാം എല്ലാവരെയും അള്ളാഹ് പെടുത്തുമാറാകട്ടെ. ഒത്തഖുല്ലാഹ്, ഉംറക്കാരെ, ആജിമാരെ, നിങ്ങൾ നാട്ടിലേക്ക് പോവല്ലേ ഹജ്ജ് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഉംറ കഴിഞ്ഞ ശേഷം? ഇത് കേട്ട് പോയാൽ മതി. നിങ്ങൾക്കറിഞ്ഞ ആയത്തിലാണ്, നിങ്ങൾക്ക് മാത്രം. മറ്റുള്ളവർ ഓതി കൂലി സമ്പാദിക്കുന്നു, നിങ്ങൾ അമൽ ചെയ്ത് കൂലി സമ്പാദിക്കുന്നു. അതാണ് ഹജ്ജിന്റെ ആയത്ത്, ഉംറയുടെ ആയത്ത്. മനസ്സിലായില്ലേ? അതിലാണ് പറയുന്നത് എന്ത്? വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ടേ ഇനിമേലിൽ ജീവിക്കാവൂ. കേട്ടില്ലേ? ഇനിമേലിൽ ഉംറ കഴിഞ്ഞ ശേഷം, ഹജ്ജ് കഴിഞ്ഞ ശേഷം, പുണ്യഭൂമിയുടെ ഇവിടെ വാങ്ങിയ ശേഷം അള്ളാഹിനെ ഭയപ്പെട്ടിട്ടാ ജീവിതം, അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചിട്ടാ ജീവിതം. വഅലമു, അറിയണം ഉംറക്കാരാ, അറിയണം ഉംറക്കാരി, അറിയണം ഹജ്ജുകാരാ, അറിയണം ഹജ്ജുകാരി, അന്നക്കും നിങ്ങൾ മുഴുവനും ഇലൈഹി റബ്ബിലേക്ക് തുഹ്ശറൂൻ, ഒരുമിച്ച് കൂട്ടപ്പെടും. ഏത്? എന്താ കേട്ടത്? നിങ്ങളെല്ലാം റബ്ബിന്റെ പരിസരത്തിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഭാഗം, അള്ളാഹിന്റെ ഭൂമിയിൽ നിൽക്കേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. എന്താ? ആചാരുടെ മകള് പർദ്ദ ധരിക്കാത്ത ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ആചാര് മാത്രമല്ല തെറ്റുകാരൻ, പിന്നെയോ ഉംറക്കാരൻ മാത്രമല്ല തെറ്റുകാരൻ. ആ മക്കയിൽ പോയി ഉംറ ചെയ്ത് വന്ന മനുഷ്യന്റെ മകളുടെ കോലം കണ്ടില്ലേ? ആ മക്കയിൽ പോയി ഉംറ ചെയ്ത് വന്നതായ ആ മനുഷ്യൻ പലിശ ബാങ്കിൽ ക്യൂ നിൽക്കുന്ന കണ്ടില്ലേ? അവന്റെ മകളുടെ, അവന്റെ മകന്റെ, അവന്റെ ഭാര്യയുടെ കോലം കണ്ടില്ലേ? അപ്പോഴോ എന്ന പിന്നെ നമ്മൾക്ക് എന്താ? അയാൾ തന്നെ ഇന്നലെ മക്കയിൽ നിന്ന് വന്ന് ഇന്ന് സ്വബഹിസ്കരിച്ചിട്ടില്ല, നാം പിന്നെ സ്വബഹിസ്കാരം വേണ്ടാന്നെന്ന് വെച്ചാൽ എന്താ എന്ന് അവർ തീരുമാനിക്കും. അപ്പോഴോ വയഹ്മിലൂന അസ്ഖാലഹും
يحملون أوزارهم ومن أوزار الذين يضلونهم بغير علم ألا ساء ما يزرون ويحملون أوزارهم كاملة يوم القيامة പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ചെയ്തതായ തെറ്റ് പരിപൂർണമായി അവർ പേറേണ്ടി വരും. ومن أوزار الذين يضلونهم بغير علم അറിവില്ലാത്തത് കാരണത്താൽ അവർ ചെയ്ത തെറ്റ് കണ്ടിട്ട് മറ്റുള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റും പേറേണ്ടി വരും. അള്ളയാണ് പറയുന്നത്, ഞാനല്ല. ഇത് അറിവില്ലാത്തത് കാരണത്താൽ നാം ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ ആ തെറ്റും പേറേണ്ടി വരും. അള്ള പിന്നെ പറയുകയാണ്, അലാ സാഅ മാ യസിറൂൻ, എന്തോ ഒരു കഷ്ടം, മറ്റുള്ളവരുടെ തെറ്റും കൂടി പേറാന്നുള്ളത് മഹാ കഷ്ടമല്ലേ. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇതുവരെ പറഞ്ഞതുപോലെ നിങ്ങൾ പരിപൂർണ ജീവിതം ഇസ്ലാമീകരിച്ചാൽ പോരാ, മറ്റുള്ളവർക്ക് കൂടി മാതൃകയായി മാറുന്നവരായി ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പ്രയാസമില്ല. അങ്ങനെ കാട്ടിയവർ കാട്ടുന്നത് ഞാൻ കണ്ടു, നിങ്ങളും കണ്ടിരിക്കാം. പരിപൂർണമായി ജീവിത രീതി മാറ്റിയവർ മക്ക കണ്ട ശേഷം വേണ്ട ഇനി അശ്രദ്ധയിലുള്ളതായ വിനോദാഭാസങ്ങൾ കൊണ്ട് ആസ്വദിക്കുന്ന ജീവിതം വേണ്ട. അപ്പോൾ ആജിയാരുടെ വീട്ടിൽ നിന്നിട്ട് ഇനിമേലിൽ കേൾക്കേണ്ടത്, പുണ്യഭൂമിയോട് ഇവിടെ വാങ്ങിക്കഴിഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് കേട്ടാസ്വദിച്ച സുന്ദരമായ നാട്ടിലിറങ്ങിയ ഖുർആൻ, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام. ഇങ്ങനെ സുന്ദരമായ അമേരിക്ക ഞെട്ടിയ, ലോകം ഞെട്ടിയ, റോമൻ ഞെട്ടിയ, പേർഷ്യൻ ഞെട്ടിയ, എന്നും ഞെട്ടിക്കൊണ്ടേയിരിക്കുന്ന, ലോകത്തോട് വെല്ലുവിളിക്കുന്ന അത്ഭുത ശക്തി, അതാണ് ഖുർആൻ. അതാണ് നിങ്ങളുടെ വീട്ടിൽ ഈ പുണ്യഭൂമിയോട് ഇവിടെ വാങ്ങിയാൽ കേൾക്കേണ്ട ശബ്ദം. അതാണ് നിങ്ങളും കേൾക്കേണ്ടത്, നിങ്ങളുടെ കുട്ടികളും കേൾക്കേണ്ടത്. എന്നല്ലാതെ നടന്മാർ, ഗായകന്മാർ ശബ്ദിക്കുന്ന ശബ്ദകോലാഹലമല്ല, അശ്ലീലങ്ങളല്ല, സെക്സുകളല്ല, തോന്നിവാസങ്ങളല്ല, വിനോദാഭാസങ്ങളല്ല. അല്ല വിടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ ഇഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിതം കെട്ടിപ്പടുത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ.